ഈ ദൈവത്തെ പോലെ കരുതിയ ആൾ പെട്ടെന്ന് നമ്മളെ ചതിച്ചു എന്നൊക്കെ കരുതുമ്പം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം അയാൾക്ക് സംഭവിക്കുമ്പോൾ നമ്മൾ തകർന്നു പോകും. അത്തരത്തിലൊരു സംഭവം ഞാനീ പറയാം. കുറച്ച് നാൾക്ക് മുന്നേ ഒരു സ്ത്രീ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു. വളരെ നല്ലൊരു കുടുംബജീവിതമായിരുന്നു അവരുടേത്. വളരെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു പ്രമാണിയായ ഒരു മനുഷ്യനായിരുന്നു ഭർത്താവ്. എല്ലാവർക്കും വളരെയധികം സ്നേഹമുള്ള, എല്ലാവരും ഒരുപാട് കരുതുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു. ഈ മനുഷ്യൻ അൺഎക്സ്പെക്റ്റഡായിട്ട് പെട്ടെന്ന് മരിച്ചുപോയി. അപ്പം ശരിക്കും പറഞ്ഞാൽ നാടിളകിയൊരു അടക്കമാണ്. കുറേ ആൾക്കാരൊക്കെ വിശിഷ്ട വ്യക്തികൾ വരാനുണ്ട്. അത്യാവശ്യം ഞാൻ സമൂഹത്തിൽ നല്ലൊരു വിലയും സാമ്പത്തികമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമിലി ആകുമ്പോൾ അടക്കവും കാര്യങ്ങളൊക്കെ ആ ലെവലിലായിരിക്കും. അപ്പം ബോഡി കൊണ്ടുവന്ന് വെക്കും, കുറേ നേരം വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അടക്കത്തിന് തൊട്ട് തലേ ദിവസം ഒരുപാട് ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ട്. കുറേ ഇച്ചിരി രാത്രിയായ സമയത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരു പയ്യനും കൂടെ ആ വീട്ടിലേക്ക് കയറി വന്നു. എന്നിട്ട് ഈ ഭാര്യയായ സ്ത്രീയെ കാണാനായിട്ട് ചെന്നു. അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യൻ്റെ മറ്റൊരു സ്റ്റേറ്റിൽ ഇയാൾക്ക് കുറേ വസ്തുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയുള്ള ഒരു ഭാര്യയും കുഞ്ഞുമാണ്, ഇയാളുടെ മകനുമാണ് ആ വന്നതെന്നാണ് പറയുന്നത്. ആ സ്ത്രീയോട് പറഞ്ഞു, ഈ പയ്യൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് കള്ളമാണോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല, കാരണം അയാളെ അതുപോലെ പറിച്ചു വെച്ചേക്കുക ചെറുക്കൻ. ഈ വന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും എല്ലാ മാസവും അയാൾ പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അവർക്ക് ജീവിക്കാനായിട്ട്. അവർക്ക് മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്ന് അറിയത്തില്ല. അതിന് അവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും സഹായിക്കണം എന്നാണ് അവർ വന്നതിൻ്റെ പ്രധാന ആവശ്യം. ആ രാത്രി തന്നെ അവരതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. കാരണം പുറത്തറിഞ്ഞ വളരെ നാണക്കേടാണ്. കാരണം അതുപോലെ നല്ലൊരു ഫാമിലിയാണ്, അതുപോലെ നല്ല എല്ലാവരും മനസ്സിലുകൊണ്ട് വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. ഇയാൾക്ക് വേറൊരു ഒരാളെ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ഭാര്യയെ നിലനിൽക്കെ വളരെ രഹസ്യമായിട്ട് ഈ വേറൊരു ഭാര്യയും മകനെയും ഇയാൾ സൂക്ഷിച്ചു എന്നുള്ളതാണ് പ്രശ്നം. അയാൾ പറയായിരുന്നു, ഞങ്ങളുടെ കുടുംബജീവിതം വളരെ സ്നേഹമുള്ള കുടുംബജീവിതമായിരുന്നു. പക്ഷേങ്കിൽ നമുക്കറിയാമല്ലോ, ഈ അടക്ക സമയത്തൊക്കെ ലാസ്റ്റിലൊരു അന്ത്യചുംബനം എന്നൊരു സംഭവമുണ്ട്. എന്നോട് പറഞ്ഞു, ഒരു ആത്മാർത്ഥത ഇല്ലാതാണ് ഞാൻ ആ അന്ത്യചുംബനം കൊടുത്തത്. കാരണം നാട്ടുകാരെ ഉദ്ദേശിച്ച് മാത്രം കൊടുത്താണ്, അവരെന്ത് കരുതുമെന്ന് കരുതി മാത്രം കൊടുത്താണ്. കാരണം ഈ മനുഷ്യൻ ഇത്രയും കാലം എന്നെ പറ്റിച്ച് എന്നോട് കഴിയുകയാണല്ലോ എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് ഇല്ലാത്ത വെറുപ്പ് തോന്നിപ്പോയെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനാണ്, തെറ്റുകുറ്റങ്ങൾ ചിലപ്പോൾ സംഭവിക്കാം, ഏത് നിമിഷം വേണമെങ്കിലും നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ നമ്മളെ ഇത്രയും സ്നേഹിച്ച ആൾക്കാർ നമ്മളൊരു വെറുപ്പോട് കൂടി കൊണ്ടുവന്ന് നമ്മളെ അടക്കം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും പരമായിട്ടൊരു മോശമായ സംഭവം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ സ്ത്രീ വളരെ വിഷമത്തോട് പറഞ്ഞൊരു കേസാണ്. മക്കളുടെ മനസ്സിലൊക്കെ അപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരാളായിരുന്നു. പക്ഷേ അതെല്ലാം ഉടഞ്ഞ് ഒരൊറ്റ ദിവസം കൊണ്ട് പോയെന്ന്. താങ്ക് യു.